ഹായ് എവരിവൺ, വെൽക്കം ടു ഐറിസ് ഫ്ലിക് മീഡിയ. ഇന്നത്തെ ടോപ്പിക് ഒരു വീഡിയോയെ പറ്റിയാണ്. ആ വീഡിയോയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് ചെയ്യുന്നത്. ആരാണ് ഈ ധ്രുവ് രാട്ടി? എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള ഒരു സ്റ്റോറി എന്താണ്? ഓൾറെഡി സൗത്തേൺ നോർത്തിലൊക്കെ പുള്ളി അറിയപ്പെടാം, പക്ഷെ അറിയുന്നുണ്ട്. അപ്പം ഞാൻ ധ്രുവരത്തി എന്നൊക്കെ പറയുമ്പോഴത്തേന് പിന്നെ ഞാൻ ആലോചിച്ചു എന്താണ് ഈ രത്തി എന്ന് പറയുന്ന സംഭവം എന്താണ്. അങ്ങനെ വിക്കിപീഡിയ സെർച്ച് ചെയ്തപ്പോഴത്തേന് പ്രൊനൗൺസിയേഷൻ വരുന്നത് താങ്കൾ പറഞ്ഞത് ധ്രുവ് രാട്ടി. പല തലങ്ങളുണ്ട് ഇതിൽ. ഫ്രം ഇയാളൊരു ഹരിയാനക്കാരനും കൂടെയാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ആള് സംഭവം ഒരു പുലിയാണ്, ചില്ലറക്കാരനല്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെറ്ററിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നാണ് അദ്ദേഹത്തിന്. യൂട്യൂബർ മാധ്യമ പ്രവർത്തകനോ അതോ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റോ? ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രവർത്തന മേഖല യൂട്യൂബ് ആണെങ്കിൽ കൂടി അതിലൂടെ ചെയ്യുന്ന ഫാക്ട് ചെക്കിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ ഫാക്ട് എടുത്തിട്ട് അതിൽ കീറി മുറുകിയപ്പെടും, അത് ആൾക്കാരിൽ എത്തിക്കുക, എന്നെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എത്തിക്കുക. പക്ഷേ ഈയിടെയായിട്ട് പുള്ളി ഈ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റാറ്റസിലോട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിജിയെ എന്താണ് അന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് BJP, അതായത് നിലവിലുള്ള പുള്ളി പറയുന്നത് പുള്ളി ഒരു ഗവൺമെൻറ്റിനും എഗെയിൻസ്റ്റ് അല്ല. നിലവിലത്തെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ് പുള്ളി ചെയ്തത്. ഇപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇപ്പോഴത്തെ നമ്മളെ മെയിനായിട്ടുള്ള നമ്മുടെ BJP ഗവൺമെൻറ് അവരുടെ ഉള്ളിലുള്ള സ്കാമുകൾ, പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ വളരെ കോൺട്രവേഴ്സി, ഇദ്ദേഹത്തിൻ്റെ ത്രെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വരാനുള്ള മെയിൻ കാരണം ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ട് മോഡിയെ പറ്റിയിട്ട് ഇയാൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളീനെ ഈ ധ്രുവ് രാട്ടി എന്ന് പറയുന്ന വ്യക്തി ഈ മോഡിജി ഒരു ഡിക്റ്റേറ്റർ ആയിട്ടാണോ കാണുന്നത്? അദ്ദേഹം പറയുന്നത് മോഡി ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഒരു അമരക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഒരു ഓൾറെഡി ഡിക്റ്റേറ്റർ അല്ല, ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മറ്റുള്ള ലോകരാജ്യങ്ങളിൽ സംഭവിച്ച ഡിക്റ്റേറ്റർഷിപ്പിന് ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരുപാട് രാജ്യങ്ങൾ നമുക്കത് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും പറയുന്നത്. കിം ജോങ് ഉൻ പോലെയാണോ? കിം ജോങ് ഉൻ, പിന്നെ പറയാൻ ഹിറ്റ്ലർ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഹിറ്റ്ലറിൻ്റെ ഒരു ഡിക്റ്റോ എന്നുണ്ടെങ്കിൽ പറയാൻ. ഇത് ധ്രുവ് രാട്ടിയുടെ മാത്രം ഒരു പെർസെപ്ഷൻ ഓഫ് വ്യൂ ആണോ അതോ? അല്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ നമുക്ക് ഓൾറെഡി മനസ്സിലാവും. അതായത് കാര്യകാരണ സഹിതം ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഒപ്പോണൻറ്റ് പൊളിറ്റീഷ്യൻ പറയുന്ന മാതിരിയല്ല അദ്ദേഹം പറയുന്നത്. ഒരു കാര്യമുണ്ടെങ്കിൽ അതിനൊരു കാരണമാണ്. ഈ 2 കാര്യങ്ങളും അദ്ദേഹം നല്ല രീതിയിൽ സാധാരണക്കാരിലേക്ക് ക്ലീനായിട്ട് എത്തിച്ചു കൊടുക്കും. വളരെ സിമ്പിളായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. സോ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. സാധാരണ ഇപ്പം നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രതിപക്ഷം, അതായത് ഒപ്പോണൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആ പാർട്ടിയെ താഴെ ഇറക്കാനും അല്ലെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത്. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ട് വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ്സിലുള്ള പല ആൾക്കാർക്കും സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു ഇൻഫ്ലുവൻസ് സാധാരണ ജനങ്ങളിൽ ധ്രുവ് രാട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഇമ്പാക്റ്റാണ് ആക്ച്വലി. അത് കൂടാതെ തന്നെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പൊളിറ്റീഷ്യൻസിൻ്റെ സ്പീച്ചൊക്കെയാണ് ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ. ഇപ്പം നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം വലിയ ഇതിനകത്ത് സ്ക്രീനിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ പ്ലേ ചെയ്തത്. ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക, അതാണ് അദ്ദേഹം നോക്കുന്നത്. അതായത് കറൻ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു ക്രിറ്റിസിസം വേണ്ടി വരുന്ന ഒരു ഗവൺമെൻറ് ആണ് എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, ഇപ്പോഴത്തെ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ്. അതായത് ചോദിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ നിലവിലത്തെ സാമൂഹിക സാഹചര്യത്തിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇത് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ ധ്രുവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ ധ്രുവ് രാട്ടി നിന്നുകൊണ്ട്, അതിനകത്ത് എൻ്റെ ക്യാപ്ഷൻ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആ ഒരു കാര്യത്തിലോട്ട് പറയും. ഇദ്ദേഹത്തിന് ഏകദേശം 3ഓളം ബാനുകൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസിന് ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെ കുറേ തവണ ത്രെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഡിക്റ്റേറ്റർഷിപ്പിനെ പറ്റിയിട്ടും മറ്റും വീഡിയോകൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ആക്ച്വലി ജർമ്മനിയിലെ ബെർലിനിലാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എഞ്ചിനീയറിംഗാണ്. അവിടുത്തെ ഏതോ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ് എന്തോ പാസ്സായിട്ടാണ് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതേ ജർമ്മനിയിൽ ഇരുന്നാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ സംഘപരിവാർ ചാനൽ സംഖ്യകളെന്ന് സമൂഹം മുദ്രവെത്തപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ, അവർ ഒരു ത്രെട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുക. ചുണയുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യാം, ധൈര്യം ഉണ്ടെന്ന് ഇവിടെ വന്നിരുന്ന ഈ വീഡിയോ
ഒരു ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ നീ എന്തിന് ജർമ്മനിയിൽ പോയിരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്? നിനക്കത് ധൈര്യം ഈ ഒരു ത്രെറ്റ് കൊടുത്ത സംഘപരിവാറാണോ അതോ പരിവാരമെന്ന് ഒബിയസ്ലി ഇപ്പം ആർക്കാണോ ആരുടെ മുഖം മൂടിയാണോ വലിച്ചു കീറപ്പെടുന്നത് അവരായിരിക്കും കൂടുതൽ ഇതിന് കൊടുത്തത്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ത്രെറ്റ് എന്തായിരുന്നു? അതായത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ വന്നൊരു വീഡിയോ ചെയ്യാൻ നിനക്കൊണ്ട് പറ്റൂ, ധൈര്യമുണ്ടോ, ആ ഒരു രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയ്യൻ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ആ വീഡിയോ കിടന്നിട്ട് പ്ലേ ചെയ്ത് കാണിക്കുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരാനുള്ള ഒരു പേഴ്സണാണ് ധ്രുവ് റാട്ടി. അതിലെന്തെങ്കിലും വാസ്തവം എന്ന് പറയാം? അത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ജർമ്മനിയിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഒരു വ്യക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അംഗമായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവിടെ നടന്നതിന്? ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ധ്രുവ് റാട്ടി എന്നുള്ള പേര് വന്നത്. എൻ്റെ ധ്രുവത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും. ധ്രുവരട്ടി എന്ന് പറയുന്ന വേറൊരു ധ്രുവത്തിലും രാഹുൽ ഗാന്ധി വേറൊരു ധ്രുവത്തിൽ നയിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്പൈ ഗെയിം കളിക്കുന്ന പോലെയാണ്. അതായത് ഒളിച്ചിരുന്ന് അടിക്കുക, അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വീഡിയോ ചെയ്യുക. ഇന്ത്യക്കെതിരെ എന്ന് പറയാം, ഇന്ത്യക്കെതിരെ അല്ലേ പുള്ളി വീഡിയോ ചെയ്യുന്നത്? ഇന്ത്യക്കെതിരെ എന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. ഇല്ല, ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയാണ്. ഇന്ത്യയുടെ സാമൂഹിക അരക്ഷിതാവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ നമ്മളിപ്പോൾ ഇന്ത്യക്കാർ നിലവിലെ നമ്മൾ ഓരോ ഇന്ത്യൻസും ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളിലൂടെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു 10 വർഷം ഭരിച്ച BJP സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്ത് രസകരപരമായ പല വസ്തുതകളും നമ്മൾ അറിയുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ബീഫിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ BJP സർക്കാർ. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വഴി അലാന എന്ന് പറയുന്ന ഒരു ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് ഏകദേശം 2.5-3 കോടി രൂപയോളം BJP കൈപ്പറ്റിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അറിയാം? മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. ഞാൻ ഈ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും UAE പോലുള്ള മിഡിൽ ഈസ്റ്റുകളിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഫ്രോസൺ മീറ്റ് വാങ്ങിയാണെന്ന് വിചാരിച്ചു. ബീഫിൻ്റെ മീറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവിടെ നോർത്തിൽ നിന്നായിരിക്കും അത് വരുന്നത്. അതെ, ഏറ്റവും ഇന്ത്യൻ മീറ്റ് അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇവർ സപ്പോർട്ടുണ്ട്. ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുകളിലാണ് നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് ഇപ്പം ഇലക്ഷന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവർ എതിർ പാർട്ടികളെ കുറ്റം പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ഇന്ത്യക്ക് വേണ്ടി ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് അവർ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഒപ്പോണൻസ് പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവേണ്ട കാര്യം സമയം അധികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ധ്രുവ് റെഡ്ഡിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കർമ്മപദ്ധതികളെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ചില പാളിച്ചകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് ഹീസ് എ ബ്രില്യൻറ്റ് ഗൈ, ഹീസ് ആൻ ഇൻ്റലിജൻറ്റ്, ഹീസ് ഓൾവേസ് ലിറ്ററേറ്റ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് നടക്കുന്ന പല ഉൾവലികൾക്കുള്ളിൽ പെട്ടുപോയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാവത്തില്ല ആക്ച്വലി. യെസ്. പക്ഷേ അപ്പോൾ ധ്രുവ് റെഡ്ഡിയാണ് നമ്മുടെ ടോപ്പിക്. ധ്രുവ് റെഡ്ഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ് റെഡ്ഡി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചതും അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ആധികാരികമായി സംസാരിക്കാത്തത്? കുറച്ചെങ്കിലും നിങ്ങൾ ഇപ്പോഴത്തെ യുവതലമുറ ഇനി വരാൻ പോകുന്ന നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇതിനെ ഈ ഓരോ വീഡിയോസും അദ്ദേഹം പറയുന്ന പോലെ ഓരോ വീഡിയോസും കാണുക, ഇപ്പോഴത്തെ രാഷ്ട്രീയ വിശകലനം ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നല്ലത് വരട്ടെ, നന്മ വളരട്ടെ, അങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ അല്ലേ? അതെ, അടിപൊളി. ടേക്ക് കെയർ, ബൈ ബൈ.